ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റമളാനിലെ സ്പെഷ്യലായ പാൽവാഴക്ക ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാൽവാഴക്ക ഉണ്ടാക്കുന്നതിന് 1/2 കപ്പ് സാബുനരിയാണ് ഞാൻ എടുത്തത്. ഇത് ചെറിയ അരിയാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ അരിയൊക്കെ ആണെങ്കിൽ വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. 1/2 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് സാബുനരി മതിയേ. ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് വെക്കാം. പിന്നെ ഞാൻ എടുത്തത് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇത് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കഴുകി വെച്ചിട്ടുള്ള സാബുനരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് വേവുന്ന സമയമാകുമ്പോഴേക്കും വെള്ളം അങ്ങ് വറ്റിപ്പോവും. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. അതായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ പഴം കൂടി ചേർത്ത് വേവിക്കുന്ന സമയത്ത് അങ്ങ് വെന്തോളും. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിലിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. ഇതങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി. പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടിയിൽ പിടിച്ചു പോവാതെ നോക്കിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്കിടെ. അപ്പോൾ ഇതാ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കേണ്ട, ബാക്കിയുള്ളത് നമുക്ക് അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ഇളക്കി നോക്കിയിട്ട് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം ഇത് പോരാ, ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1/2 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കറക്റ്റാണ് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയാണ് എടുത്തത്. ഉണക്കമുന്തിരി 2 കളറിലുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറു ചൂടോടെ സെർവ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെക്കറേഷൻ ചെയ്യുകയും ചെയ്യാം, അതുപോലെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. നെയ്യിലൊക്കെ വറുത്തെടുത്തത് കൊണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഫ്താർ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.